ഒരു നാൾ കള്ളൻ പലനാൾ പിടിയിൽ എന്ന് പറയുന്നത് എത്രയോ സത്യമാണല്ലേ. അറിഞ്ഞ ആക്സിഡന്റ് ഉണ്ടാക്കുന്നതും അറിയാതെ ആക്സിഡന്റ് ഉണ്ടാവുന്നതും തമ്മിൽ വളരെയേറെ വ്യത്യാസമുണ്ട് അല്ലേ. എന്നാൽ അറിഞ്ഞ ആക്സിഡന്റ് ഉണ്ടായതിനു ശേഷം കൂട്ടുകാരനെയോ കൂട്ടുകാരെയോ വിളിച്ച് നിങ്ങൾ ആക്സിഡന്റ് ഉണ്ടാക്കി മരിച്ചയാളെക്കുറിച്ച് മോശമായി സംസാരിക്കുക, അല്ലെങ്കിൽ അവരുടെ ജീവന് ഒരു വിലയുമില്ലാത്ത രീതിയിൽ സംസാരിക്കുന്ന ആളാണോ നിങ്ങൾ എങ്കിൽ സൂക്ഷിച്ചുകൊള്ളുക. അങ്ങനെ സംസാരിച്ച ഒരു US-ലെ പോലീസുകാരന് കിട്ടിയ ഒരു 8ന്റെ പണിയെക്കുറിച്ചാണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. എല്ലാ പെൺകുട്ടികളെയും പോലെ വളരെയേറെ സ്വപ്നങ്ങളും പ്രതീക്ഷകളുമായിട്ടാണ് ഇന്ത്യൻ സിറ്റിസണായിട്ടുള്ള ജാൻവി കണ്ടുള്ള US-ലേക്ക് വന്നത്. അവൾ അവളുടെ ഫ്യൂച്ചർ സ്വപ്നം കണ്ട് തുടങ്ങിയപ്പോഴേക്കും കാറ്റത്ത് പേപ്പർ പറക്കുന്നത് പോലെ ജാൻവിയുടെ ജീവൻ US-ലെ പോലീസുകാരനായ കെവിൻ ഡാനിയൽ അങ്ങെടുത്തു. സാധാരണ US-ൽ ഒരു പോലീസ് ആക്സിഡന്റ് സംഭവിച്ചാൽ അതൊരിക്കലും മർഡറായിട്ട് പരിഗണിക്കത്തില്ല. എങ്കിൽ ഇവിടെ സംഭവിച്ചത് നേരെ മറിച്ചാണ്. ഇവിടെ ഈ പോലീസുകാരനെ കുരുക്കിയത് ഈ പോലീസുകാരൻ തന്നെ കുഴിച്ച കുഴി തന്നെയാണ്. ജാൻവി കഡുളയെ ഇടിച്ചു തെറിപ്പിച്ചതിനു ശേഷം ഈ പോലീസുകാരൻ പോകുന്ന വഴിക്ക് ഇദ്ദേഹത്തിൻ്റെ കൂട്ടുകാരനെ വിളിച്ച് വർണ്ണിക്കുകയായിരുന്നു. അതായത്, ഞാനൊരു പെൺകുട്ടിയെ ഇടിച്ചു തെറിപ്പിച്ചു, അവൾ മരിച്ചു, കൂടി വന്ന അവൾക്കൊരു ചെറിയൊരു പൈസ മാത്രം കൊടുത്താൽ മതി, അത്രയൊക്കെ ഉള്ളൂ അവളുടെ ജീവന് വില എന്നായിരുന്നു ഇയാൾ പറഞ്ഞിരുന്നത്. പക്ഷേ ഇതെല്ലാം കോൾ റെക്കോർഡിംഗ് ആയിരുന്നു. ഈ ഒരു കോൾ റെക്കോർഡ് പുറത്തായതോടെ ഇയാൾക്കെതിരെ ഒരു ഇൻവെസ്റ്റിഗേഷൻ തന്നെ പുറപ്പെട്ടു. അതായത്, ഈ പോലീസുകാരൻ വണ്ടി ഓടിച്ച് 118 km/h, സ്പീഡ് എന്ന് പറയുന്നത് 74 mph ആണ്. ഓൾറെഡി ഇയാൾ ഡ്രഗ് ഓവർഡോസ് ആയിരുന്നുവെന്നും ഇൻവെസ്റ്റിഗേഷനിൽ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. ഈ ഒരു ആക്സിഡന്റ് നടക്കുന്നത് ജാനുവരി 2023-ലാണ്. ഈ ഒരു ആക്സിഡന്റ് പിന്നാലെ ജാൻവി കണ്ടുലയുടെ ഫാമിലിയും ഫ്രണ്ട്സും യൂണിവേഴ്സിറ്റിയിലെ സ്റ്റുഡൻസും എല്ലാം ഇറങ്ങിത്തിരിച്ചിരുന്നു. കോൾ റെക്കോർഡിംഗ് ആണെന്ന് പോലും അറിയാണ്ട് ഇയാൾ ഇതിനെക്കുറിച്ച് കുറേ സംസാരിച്ചു, കുറേ ചിരിച്ചു, അട്ടഹസിച്ചു. ഇതൊക്കെയാണ് ഇയാൾക്ക് ഇനയായത്. ഒരു ഇൻസിഡന്റ് നടന്നിട്ട് ഇന്നേക്ക് ഏകദേശം 2 വർഷം തികഞ്ഞിരിക്കുന്നു. ഈ 2 വർഷം പൂർത്തിയായപ്പോഴേക്കും ജാൻവി കണ്ടുലയ്ക്ക് നീതി ലഭിച്ചിരിക്കുന്നു. അതെ, ജീവനൊരു വിലയുമില്ലാത്ത ഈ പോലീസുകാരന് കോടതി വിധിച്ചത് $29 മില്യൺ സെറ്റിൽമെൻ്റാണ് കോടതി ഈ പോലീസുകാരനോട് പറഞ്ഞിരുന്നത്. അതായത്, ആക്സിഡൻറ്റ് നടത്തും കഴിഞ്ഞതിന് ശേഷം കൂട്ടുകാരനുമായിട്ട് സംസാരിക്കുന്നിടയിൽ ഈ പോലീസുകാരൻ പറഞ്ഞത് ഇവൾക്കൊക്കെ വെറും 4000-5000 രൂപയുടെയൊക്കെ കാര്യമുള്ളൂ, ഒരു വിലയുമില്ല എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ എങ്ങനെ ഇരിക്കുന്നു? $29 മില്യൺ സെറ്റിൽമെൻറ്റ് ചെയ്യേണ്ട അവസ്ഥ വന്നില്ലേ? ഇങ്ങനെയെങ്കിലും ഇവനെ പോലുള്ളവന്മാർ മനുഷ്യജീവൻ്റെ വില അറിയണം. ഞാനൊരു പോലീസുകാരനാണ്, എനിക്ക് നിയമമെടുക്കുന്നതിൽ എന്താണ് കുഴപ്പം? ആരറിയാനാണ്? ഇങ്ങനെ എത്ര ആക്സിഡൻറ്റുകൾ എൻ്റെ കയ്യിൽ നിന്ന് വന്നിട്ടുണ്ട്, ഇതുവരെ ആരും അറിഞ്ഞിട്ടില്ല. പിന്നെ എന്താണ് കുഴപ്പം? ഒരു ഇന്ത്യൻ സിറ്റിസൺ, ഇവക്കൊക്കെ ഇത്രയും ജീവന് വിലയുള്ളൂ എന്ന മട്ടിലാണ്, ഭാവത്തിലാണ് ഈ പോലീസുകാരൻ. പക്ഷെ പാവം, ഇയാൾ ഇതൊന്നും അറിയുന്നില്ല കോൾ റെക്കോർഡിംഗ് ആണെന്ന്. നിങ്ങൾ പറ, നിയമം പാലിക്കേണ്ട ഈ പോലീസുകാര് നിയമം കയ്യിലെടുത്താൽ ഈ $29 മില്യൺ സെറ്റിൽമെൻറ്റ് മാത്രം മതിയോ? വേറെ ശിക്ഷയൊന്നും ഇവർ അർഹിക്കുന്നില്ലേ? നിങ്ങളുടെ അഭിപ്രായം എന്താണ്? താഴെ വീഡിയോയിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലെയുള്ള അപ്ഡേറ്റഡ് ന്യൂസിനും ഇൻഫോർമേറ്റീവ് വീഡിയോസിനുമായിട്ട് എൻ്റെ ചാനലൊന്ന് സബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാനിടുന്ന നെക്സ്റ്റ് ന്യൂസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കത്തുള്ളൂ. അപ്പോൾ ബൈ, സീ യു സൂൺ.